വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നാളത്തെ വിശേഷത്തില് വരുണ് ദീപ്തിയും താനുള്ള അടുപ്പത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സത്യങ്ങളൊക്കെ അങ്ങനെ വേദയെ ബോധ്യപ്പെടുത്തുവാണ്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വേദയ്ക്കൊരു കാര്യം മനസ്സിലായി. വരുണ് മുമ്പത്തെ വരുണല്ല. അപ്പം മുമ്പ് ഡ്രഗ്സിനൊക്കെ അടിമപ്പെട്ട് കിടക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴവന് നല്ല മാറ്റമുണ്ട്. അവനെ പഴയ സ്വഭാവമൊന്നുമല്ല. ഒരുപക്ഷെ അന്ന് വിക്രം വരുണിനെ എടുത്തിട്ട് അടിക്കുന്ന സമയത്ത് അവനിന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കും ദീപ്തി ഇവനെ ഇഷ്ടപ്പെടാനായിട്ട് കാരണം. ഇവന്റെ ഈ നല്ല സ്വഭാവം ഇവന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായെന്ന് കണ്ടിട്ടായിരിക്കും. അല്ലാതെ ഒരിക്കലും അവൾ പെട്ടെന്ന് എടുത്ത് ചാടി എടുത്ത് തീരുമാനമല്ലെന്ന് വരുണിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. പിന്നീട് വരുൺ പറഞ്ഞു, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഒരുപക്ഷെ ഞാൻ ദീപ്തി എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവളിനി എന്ത് ചെയ്യുമെന്നും എനിക്കറിയില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ദീപ്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്കൊരു മാറ്റം ഉണ്ടായത്. മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചുകൊണ്ടിരുന്ന നിമിഷങ്ങളായിരുന്നത്. ഇപ്പൊ കുറച്ച് നാൾ മാത്രമായിട്ടുള്ളൂ എൻ്റെ മനസ്സിൽ നിന്ന് ആ ചിന്തയൊക്കെ പോയിട്ട് ജീവിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ അവൾ പോവുകയാണെങ്കിൽ വീണ്ടും ഞാൻ ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നൊന്നും എനിക്കറിയില്ല. അപ്പോഴേക്കും വരുണിന്റെ അമ്മ വന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് ആ കവിളത്ത് തലോടി, മോനെ നിന്നെ ഞാൻ ഉപദ്രവിച്ചാലാടാ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ കരുതി വീണ്ടും നീ പഴയതുപോലെ തന്നെ ആയെന്ന്. അതോർത്തിട്ടാടാ എനിക്ക് സങ്കടം. സാരമില്ല, ഈ അമ്മയോട് ക്ഷമിക്കാൻ പറയണം. അതൊന്നും സാരമില്ലമ്മേ, അമ്മയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. മോനെ നിനക്കറിയാലോ നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. കാരണം വാസവേണ്ട ഭാര്യയായിട്ട് വരേണ്ട സമയത്ത് നീ കുഞ്ഞതാണ്. പക്ഷെ അന്ന് മുതൽ ഞാൻ നിന്റെ അമ്മയായിട്ട് നിന്നെ അതുപോലെ നോക്കി വളർത്തിക്കൊണ്ട് വന്നത്. നീ എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് എൻ്റെ കണ്ണിലത് ചില സമയത്ത് തെറ്റല്ലായിരുന്നു. കാരണം എനിക്കറിയാം എനിക്കൊരു മകനില്ല, ആകെപ്പെട്ടൊരു മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. കാരണം നീ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അതെനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഉണ്ടായിക്കൊണ്ടിരുന്നു. അവസാനം നീ ചെയ്ത തെറ്റ് ഒരിക്കലും പൊറുക്കാനും സഹിക്കാനും പറ്റാത്ത ഒന്നായിപ്പോയി. ആ പെൺകുട്ടിയുടെ ജീവിതം താർന്നു പോയില്ലേ, അന്നു മുതൽ എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നീ പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പോലും അനുഭവം തോന്നുന്നുണ്ട് നിനക്ക് എത്രമാത്രം മാറ്റങ്ങളൊക്കെ സംഭവിച്ചെന്ന്. അത് കേട്ടതും വരും പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, അമ്മ ധൈര്യമായിട്ടിരിക്കുക. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും പോകാൻ പോകുന്നില്ല. എന്നാലും നീ എന്തേലും ആത്മഹത്യ അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾക്ക് ആരായിരുന്നു മോനെ ഉണ്ടായിരിക്കുന്നത്? നിനക്കറിയാലോ നിന്റെ അച്ഛൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പൊ പിന്നെ നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? സാരമില്ലമ്മേന്ന് പറഞ്ഞു. വേദ വരുണിൻ്റെ അടുത്ത് നിന്നിട്ട്, വരണേ എനിക്ക് ഏകദേശമൊക്കെ നീ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എത്ര നല്ലവനായെന്ന് പറഞ്ഞാലും വീട്ടിലുള്ളവർ സമ്മതിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. അവർക്ക് എതിർപ്പായിരിക്കും ഇതിനൊക്കെ. കാരണം നിന്റെ കഴിഞ്ഞ കാല കഥകളൊക്കെ കേട്ട് കഴിയുമ്പോൾ ആർക്കാണെങ്കിലും അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് എൻ്റെ അച്ഛന്. ഞാൻ കല്യാണം കഴിച്ചത് പോലും എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു പ്രണയ വിവാഹമോ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് സംഭവിച്ചു പോയി. അതിൻ്റെ പിന്നാലെ തന്നെ എനിക്ക് പോകേണ്ടതായിട്ട് വന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വരും പറഞ്ഞു, ചേച്ചിക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം, ഞാൻ അതിനോടൊപ്പം നിൽക്കുമെന്ന് പറയണം. ഒരുപക്ഷെ ദീപ്തിയുടെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല, ചേച്ചി ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ വരുണിനോടും വരുണിൻ്റെ അമ്മയോടും ഒക്കെ യാത്ര പറഞ്ഞിട്ടാണ് വേദ അവിടെ നിന്ന് ഇറങ്ങുന്നത്. വേദ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വേദയുടെ മനസ്സിൽ നിറയെ കൺഫ്യൂഷനാണ്. ഇതെങ്ങനെ? കാരണം ഇനിയിപ്പോൾ അവളോട് തനിക്ക് പോയി തർക്കിക്കാൻ പറ്റില്ല. താൻ വിചാരിച്ചുകൊണ്ടിരുന്നത് തന്നോടും വിക്രത്തിലുള്ള ദേഷ്യം തീർക്കാനായിട്ട് അവൻ മനഃപൂർവ്വം വിക്രത്തെ കരുവാക്കിയതാന്നാ. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥയൊന്നും അതല്ലെന്ന് മനസ്സിലായി. ഈ സമയം ദീപ്തി മുറിയിലായിരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും പത്മ കഴിക്കാൻ വേണ്ടി വന്ന് വിളിക്കുകയാണ്. കഴിക്കാൻ വരുന്ന ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു. ശ്രീകാന്തും കൂടെ അങ്ങോട്ട് വന്നിരുന്നു. ആ സമയത്ത് ദീപ്തി എന്ത് ചെയ്തു, തൻ്റെ ഫോണിനകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു, എന്താടി എപ്പോൾ നോക്കിയാലും നിനക്ക് ഫോൺ തന്നെയാണല്ലോ, ഇനി ചേച്ചിയുടെ പാത പിന്തുടരാനായിട്ട് അനിയത്തിയും കൂടെ ശ്രമിക്കുകയാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ ജീവനോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഒരുത്തി പോയി, പക്ഷെ ഇനി എങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദീപ്തി പറഞ്ഞു, ചേട്ടൻ്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യം കൂടുതലായിട്ട് അന്വേഷിക്കാനൊന്നും വരണ്ട. ആന്താടി അന്വേഷിക്കാൻ വന്നാൽ ഞാൻ നിന്റെ ഏട്ടനല്ലേ, ഏട്ടനൊക്കെ അത് മനസ്സിൽ വെച്ചാൽ മതി. അല്ല ഈ പറയുന്ന ചേട്ടൻ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചു. ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി ശ്രീകാന്ത് അത്രയും പ്രതീക്ഷയില്ല. എനിക്ക് എൻ്റെ കാര്യം നോക്കാനുള്ള പ്രാപ്തിയും കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെന്നറിയാം. നിന്റെ കഴിവും കാര്യങ്ങളും അതെന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കുന്ന നല്ലത്. അച്ഛനും താളിലും ഇങ്ങോട്ടേക്ക് വന്നോട്ടെ, നിനക്കുള്ളത് അച്ഛൻ ഉറപ്പായിട്ടും തരും. നിനക്ക് ചില വിചാരങ്ങളൊക്കെ ഉണ്ട്, നിന്റെ ആ വിചാരങ്ങൾ തെറ്റാന്ന് ഞാൻ തെളിയിക്കാനായിട്ട് പോകുക. അതും പറഞ്ഞിട്ട് ദീപ്തി
അതും പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. ആ സമയം പത്മ ദീപ്തിയോട് പറഞ്ഞു, ദീപ്തി, നിന്റെ ഇപ്പോഴത്തെ പോക്ക് അത്ര ശരിയാന്ന് എനിക്ക് തോന്നില്ല. അച്ഛൻ വരുമിനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന എനിക്ക് അറിയില്ല. ദീപ്തിക്ക് മനസ്സിലായി തന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ട്. ഇത് വല്ലാത്ത പ്രശ്നങ്ങളായി മാറൂലോ. ഇനി ഒരു പക്ഷേ ചേച്ചി പറയൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചിയാണോ പറഞ്ഞേ എന്നൊരു വേള ചിന്തകളും കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ദീപ്തിയുടെ. അങ്ങനെയാണെങ്കിൽ ചേച്ചി തന്നെ ചതിക്കുമല്ലേ ചെയ്തേ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ വന്നു. അങ്ങനെ ശങ്കരനാരായണൻ വന്നിട്ട് ദീപ്തിയെ വിളിക്കുകയാണ്. ദീപ്തിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്ന സമയത്ത് ദീപ്തിയോട് ചോദിച്ചു, അല്ല ഇന്നലെ വേദം നിന്നെ കാണാൻ വന്ന് എന്തിനാന്ന് നീ പറഞ്ഞേ? അത് പിന്നെ വെറുതെ വിശേഷങ്ങളൊക്കെ തിരക്കാൻ എന്തോ സ്വപ്നം കണ്ടെന്നും പറഞ്ഞിട്ട്. സ്വപ്നം കണ്ടെന്നും പറഞ്ഞ് വന്നിട്ട് വെറുതെ കള്ളത്തരം പറയണ്ട ദീപ്തി എൻ്റെ അടുത്ത്. അല്ല നീ കോളേജിലേക്ക് പഠിക്കാൻ പോകുന്നതാണോ അതോ പ്രേമിക്കാൻ പോകുന്നതാണോ എന്ന് ചോദിച്ചു. എന്താച്ചാ അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറയണേ? നിനക്കൊന്നും അറിയത്തില്ലല്ലേ? കണ്ട് അലവലാതെ ചെക്കന്മാരുമായിട്ട് ഊരി ചുറ്റി നടക്കുമല്ലേ? ഊരി ചുറ്റി നടക്കുമല്ലേ? അതൊന്നും പക്ഷെ ഈ വീട്ടിൽ പറ്റില്ല. നിന്റെ ആ തോന്നിയാസമൊക്കെ എവിടെയാന്ന് വെച്ചാൽ നടത്തിക്കണം. അതിനുള്ള സ്ഥലമല്ല ഇത്. പഠിക്കാൻ വിട്ടാൽ പഠിക്കണം. മര്യാദയ്ക്ക് പഠിച്ചിട്ട് വീട്ടിലേക്ക് വരണം. അല്ലാതെ കണ്ടോന്മാരുടെ പിന്നാലെ ചുറ്റുമല്ല ചെയ്യണ്ടേ. അച്ഛനോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? ആരാണെങ്കിലും ആയിക്കോട്ടെ, സത്യാവസ്ഥകളല്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അങ്ങനെ നടക്കില്ല. മക്കളൊക്കെ അത്യാവശ്യം ഫ്രീഡം കാര്യങ്ങളൊക്കെ തരുന്ന ഞാൻ. പക്ഷെ ഇതൊന്നും എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ദീപ്തി. അതും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ശങ്കരനാരായണൻ അങ്ങോട്ട് പോയി. ദീപ്തിക്ക് ആവപ്പാടെ സങ്കടമായി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ദീപ്തി ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്ന് കുറേ സമയം ഇരുന്ന് കരഞ്ഞു. വരുണ്ണം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതേ സമയത്ത് വേദ പിന്നീട് വീട്ടിലേക്ക് വരുവാണ്. വേദ വീട്ടിലേക്ക് വരുമ്പോൾ നന്ദിനി അവിടെ ഉണ്ടായിരുന്നു. ചിലർക്കൊന്നും ഒരു ജോലിയും ചെയ്യണ്ട. രാവിലെ പോവുക, വൈകുന്നേരം വരിക, നേരത്തെ കൈ കഴുകി ആഹാരത്തിന് മുന്നിലിരിക്കുക. അപ്പോഴേക്കും വേദ ചോദിച്ചു, അല്ല നന്ദിനി അടുത്ത് എന്തേലും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, ഞാൻ എൻ്റെ ആത്മകഥം പറഞ്ഞ. ആയിക്കോട്ടെ, ആത്മകഥം പറഞ്ഞു, പക്ഷേ മറ്റുള്ളവർ കേൾക്കാൻ പാകത്തിന് ആയിരിക്കരുത്. അപ്പം അതിനെ ആത്മകഥം നല്ല പറയണേ. ഇവളുടെ ഒരു ചെവി അപാരം തന്നെ. ഇവളുടെ അച്ഛമ്മയുടെ ചെവി കണക്കാ. രണ്ടിനും എന്തെങ്കിലും ചെറിയ പതൊക്കെ പറഞ്ഞാൽ മതി, അപ്പം കേൾക്കുന്നൊക്കെ ഓർത്ത് നന്ദിനി അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് വേദ നേരെ വിക്രത്തിൻ്റെ മുറിയിലേക്ക് ചെന്നു. അങ്ങനെ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് വേദയോട് വിക്രം ചോദിച്ചു, അല്ല വരുണിനെ കാണാൻ പോയോ? വരുണിനെ കാണാൻ പോയിട്ട് എന്തായെന്ന് ചോദിക്കാം. അത് കേട്ടപ്പം വേദ പറഞ്ഞു, അത് പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് പറയണ. കാര്യങ്ങളോ? എന്ത്? അതെ, പിന്നെ വിക്രം ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. പിന്നെന്താ? പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണ വേദ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, ശരിക്കും അവൻ നിന്നെ വീണ്ടും ഫ്രോഡാക്കിയിരിക്കുക. എന്തിന്? ദീപ്തിയോട് ഇഷ്ടമുണ്ടെന്നും പറഞ്ഞിട്ട് നിന്നെ തറക്കാനെന്നല്ലേ പറഞ്ഞേ. ഇനിയിപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്തായി തീരുമെന്ന് ആര് കണ്ടു? അപ്പോഴേക്കും അത് കേട്ട് കഴിഞ്ഞപ്പം വേദ പറഞ്ഞു, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒരിക്കലും അവൻ കള്ളത്തരം പറയുമെന്ന് എനിക്ക് തോന്നില്ല. കള്ളത്തരം പറയുമെന്ന് പറഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ അവനെ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നും വിക്രം. പക്ഷെ ഇപ്പോൾ പഴയതുപോലെ ഒന്നും അല്ല, കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വരുണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അവർ രണ്ടുപേരും ഒന്നാവണം നല്ലതായിരുന്നു. പക്ഷേ ആ വാസവൻ അതിന് സമ്മതിക്കുമെന്ന് തോന്നില്ല. അല്ലെ പിന്നെ ദീപ്തിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണം. അവൾ പിന്തിരിയുമെന്ന് പോലും അറിയത്തില്ല. ഇത് കേട്ടപ്പം വിക്രമൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനെ ഒന്ന് പോയി കാണാം. ഇതൊക്കെ സത്യമാണല്ലോ എന്ന് അറിയണമല്ലോ. വേദ പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇപ്പം പോണ്ട. മലയ്ക്ക് പോയി മല ചവിട്ടിയിട്ട് വന്നിട്ട് അവനെ കാണാൻ പോയാൽ മതി. അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണമല്ലോ. വിക്രം പറഞ്ഞു, അതെ, അത് ഞാനും മനസ്സിൽ കരുതിയിരിക്കുന്ന കാര്യമാണ്. എന്തൊക്കെയാണെങ്കിലും ശരി, അത് അറിഞ്ഞേ മതിയാവുള്ളൂ പറഞ്ഞു. വേദ പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ വിക്രം. എന്ത്? മലയ്ക്ക് പോയി വന്ന ഉടനെ പല കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാക്കണം. എന്ത് കാര്യത്തിന്? അതൊക്കെയുണ്ട്. എൻ്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്താഗ്രഹം? അതൊന്ന് പറഞ്ഞാൽ. അതെ, തൽക്കാലത്തേക്ക് എന്താണെങ്കിലും ഇപ്പം ഞാനൊന്ന് പറയണില്ല. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കണം. ആ സമയത്താണ് വേദ പെട്ടെന്ന് ആ കാര്യം ഓർത്തെ. വിക്രം, ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയണേ. എന്ത്? അല്ല, ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് വിക്രം എന്നെ തെറ്റിദ്ധരിക്കുമോ? എന്തിന്? നീ കാര്യം എന്താ വെച്ചാൽ പറ, ഞാൻ കാര്യം പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് മുഖോരയിട്ട് ഇങ്ങനെ വിക്രത്തിൻ്റെ മുഖത്ത് നോക്കി വേദ ആ കാര്യം പറയാനായിട്ട് വരുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.